ആത്മോപദേശശതകം ശ്രീ നാരായണ ഗുരുദേവൻ രചിച്ച ഈ കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 18-ാം ശ്ലോകം. അഹമിരുളല്ലിരുളാകിലന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം. അറിവതിനാലഹമന്ധകാരമല്ലെന്നറിവതിനിങ്ങനെയാർക്കുമോതിടേണം. അഹം ഞാൻ എന്ന സകലരിലും സ്ഫുരിക്കുന്ന അനുഭവം ഇരുളല്ല, ഇരുട്ടല്ല, അഥവാ ജഡമല്ല. ഇരുളാകിൽ അത് ജഡമായിരുന്നെങ്കിൽ അന്ധരായി അനുഭവമില്ലാത്തവരായി നാം എല്ലാം അഹം എന്ന് ഞാനുണ്ട് എന്ന് അറിയാതിരുന്നിടണം, അനുഭവിക്കുമായിരുന്നില്ല. അറിവതിനാൽ ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്നത് കൊണ്ട് അഹം ഞാൻ അന്ധകാരമല്ലെന്ന്, ജഡമല്ലെന്ന് അറിവതിന്, ധരിക്കുന്നതിന് ഇങ്ങനെ ഇപ്രകാരം യുക്തിയുക്തം ആർക്കും ഓതിടേണം, ആർക്കും ഉപദേശിക്കണം. ഞാൻ എന്ന സകലരിലും സ്ഫുരിക്കുന്ന അനുഭവം ഇരുട്ടല്ല, അഥവാ ജഡമല്ല. അത് ജഡമായിരുന്നെങ്കിൽ അനുഭവമില്ലാത്തവരായി നാം എല്ലാം ഞാനുണ്ട് എന്ന് അനുഭവിക്കുമായിരുന്നില്ല. ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്നത് കൊണ്ട് ഞാൻ ജഡമല്ലെന്ന് ധരിക്കുന്നതിന് ഇപ്രകാരം യുക്തിയുക്തം ആർക്കും ഉപദേശിക്കണം. അറിവതിനിങ്ങനെ ആർക്കും ഓതിടേണം. അവരവരിലുള്ള ഞാൻ എന്ന ബോധത്തെ ആശ്രയിച്ചാണ് മറ്റ് സകല പ്രപഞ്ച ഘടകങ്ങളും പ്രതിഭാസിക്കുന്നത്. ഞാനുണ്ട് എന്ന് സ്വയം ഉണ്മ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഞാൻ ജഡമല്ല, ബോധമാണെന്ന് ആർക്കും വേർതിരിക്കാം. ജഡത്തിന് സ്വയം ഉണ്മ അനുഭവിക്കാൻ കഴിയുകയില്ലല്ലോ. ബോധത്തിൽ മാത്രമാണ് ജഡങ്ങൾ ഉള്ളവയായിത്തീരുന്നത്. അവനവൻ്റേതായ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം എന്നിവ പോലും ഞാൻ എന്ന ബോധത്തെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ഉള്ളവയായി നിലനിൽക്കുന്നത്. ഞാൻ എന്ന ബോധമകന്നാൽ എല്ലാ പ്രപഞ്ച അനുഭവങ്ങളും അതോടെ അസ്തമിക്കും. ഇങ്ങനെ മറ്റു സകലതും ഞാൻ എന്ന ബോധത്തെ ആശ്രയിച്ച് പ്രകാശിക്കുന്നത് കൊണ്ട് ഞാൻ മാത്രമാണ് പ്രകാശസ്വരൂപമായ സത്യം എന്ന് ബോധ്യപ്പെടാൻ പ്രയാസമില്ല. ഞാൻ എന്ന ബോധമകന്നാൽ എല്ലാ പ്രപഞ്ച അനുഭവങ്ങളും അതോടെ അസ്തമിക്കും. ഇങ്ങനെ മറ്റു സകലതും ഞാൻ എന്ന ബോധത്തെ ആശ്രയിച്ച് പ്രകാശിക്കുന്നത് കൊണ്ട് ഞാൻ മാത്രമാണ് പ്രകാശസ്വരൂപമായ സത്യം എന്ന് ബോധ്യപ്പെടാൻ പ്രയാസമില്ല. ശങ്കര ഭഗവത്പാദർ ഒരു ഗുരു ശിഷ്യ സംവാദത്തിൽ കൂടി ഇക്കാര്യം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. ഗുരു ശിഷ്യനോട് ചോദിച്ചു, നിനക്ക് പ്രകാശം തരുന്നത് ആരാണ്? പകൽ സൂര്യനാണ് പ്രകാശം തരുന്നത്. സൂര്യൻ മറഞ്ഞാലോ രാത്രി അഗ്നിയും ചന്ദ്രനും മറ്റുമാണ്. ആട്ടെ, സൂര്യനെയും അഗ്നിയെയും ഒക്കെ കാണാൻ നിന്നെ സഹായിക്കുന്നതാര്? കണ്ണടച്ചാൽ ഉള്ളിൽ നടക്കുന്ന വ്യാപാരങ്ങളെ പ്രകാശിപ്പിക്കുന്നതാര്? ബുദ്ധിയെ കാണുന്നതാര്? അത് ഞാൻ തന്നെയാണ്. അല്ലയോ ശിഷ്യ, അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഉള്ളിലുള്ള ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രകാശം. ശിഷ്യന് സമ്മതിക്കാതെ തരമില്ലെന്നായി. ഇക്കാര്യം തന്നെയാണ് എഴുത്തച്ഛൻ ഹരിനാമ കീർത്തനത്തിൽ ഇങ്ങനെ പ്രസ്താവിക്കുന്നത്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരിനാരായണായ നമഃ. സൂര്യൻ, അഗ്നി ഇവയെ കാണുന്നതാണ് കണ്ണ്. കണ്ണിനെ കാണുന്ന കണ്ണാണ് മനസ്സ്.
ആ മനസ്സിനെ കാണുന്ന കണ്ണാണ് താൻ എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തെക്കുറിച്ച് എന്തു പറയാനാണ്? എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും ഞാൻ എന്ന അനുഭവം ഉളവാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ബോധസത്ത പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആദികാരണവും അഖണ്ഡ ബോധസ്വരൂപവുമായ പരമാത്മാവാണെന്ന് സകലരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഇതാണ് വേദാന്തത്തിൻ്റെ പ്രധാന സന്ദേശം. ആദികാരണമായ ഈ പരമാത്മാവ് മാത്രമേ യഥാർത്ഥത്തിൽ വസ്തുവായി ഇവിടെയുള്ളൂ. ആദികാരണമായ ഈ പരമാത്മാവ് മാത്രമേ യഥാർത്ഥത്തിൽ വസ്തുവായി ഇവിടെയുള്ളൂ. സൂര്യ, ചന്ദ്ര, മനുഷ്യ, പക്ഷി, മൃഗാദി പ്രപഞ്ച ഘടകങ്ങളോ അതിൽ തൽക്കാലത്തേക്കുണ്ടെന്ന് തോന്നുന്ന നാമരൂപങ്ങൾ മാത്രം. എല്ലാ ജഡദൃശ്യങ്ങളും വെറും നാമരൂപങ്ങൾ. എല്ലാ ജഡദൃശ്യങ്ങളും വെറും നാമരൂപങ്ങൾ. ഇക്കാര്യമാണ് 19-ാം ശ്ലോകം വെളിപ്പെടുത്തുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.